Yes, good morning, Anjali. Okay, Nishida, good morning. Arya, good morning. Ammu, Devadi, good morning. Priya, Macro, good morning. Devu, Sarida, good morning. FIFA, good morning. Okay, let us start. Oh, okay, Nehru. അപ്പോൾ 2024 അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഓക്കെ അമ്മു, സനീല. സോ 2024 നമ്മൾ വിട പറയുകയാണ്. പുതിയ വർഷം, പുതിയ തുടക്കം, പുതിയ ചിന്തകള്, പുതിയ തീരുമാനങ്ങള്, പുതിയ പ്രായോഗിക തലങ്ങള് എല്ലാം പുതിയതായിട്ട് നമ്മൾ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിജയം നിങ്ങൾക്ക് 2025 ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. എല്ലാവർക്കും വളരെ ഹൃദ്യമായ പുതുവത്സര ആശംസകളും നേരുകയാണ്. ആൻഡ് വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഓക്കെ, എപ്പോഴും ഈവ് ഓഫ് ദി ഡേ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് സംഭവം നടക്കുന്നുണ്ട് തലേ ദിവസം വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ നമ്മൾ 3 ടെൻസുകളെ കുറിച്ചാണ് സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ പറഞ്ഞത്. അതിൽ 3 ടെൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ പ്രസന്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ പാസ്റ്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു. ഈ 3 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പൊ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. അത് കാണിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് കാണിക്കുന്നത് കഴിഞ്ഞു പോയ ഒരു സംഭവത്തെയാണ്. അടുത്തത് സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അത് പ്രതിപാദിക്കുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ്. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡു നോട്ട് ചേർക്കണമെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കണമെന്ന് പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചറിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറയണമെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ ഡിഡ് ആദ്യം പറയണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഡ് വെച്ച കുറെ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. ഒരാൾ അതിന്റെ മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് പോയത്. ഇത്രയുമല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഇത്രയുമല്ലേ നമ്മൾ പറഞ്ഞത്? ഇത് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ. യെസ്, ഓക്കെ നിഷിത, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ നെഗറ്റീവായ വാചകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഭാവിയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യും എന്നുള്ളതിന് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേര് പറഞ്ഞു ഐ വിൽ സെക്യൂർ എ ജോബ്, ഞാനൊരു ജോലി ഉറപ്പാക്കും. ഐ വിൽ കംപ്ലീറ്റ് മൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഐ വിൽ ഗോ എബ്രോഡ്, ഞാൻ വിദേശത്തേക്ക് പോകും. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു. അതിന്റെ തന്നെ നെഗറ്റീവ്, നമ്മൾ ആ കാര്യം ചെയ്യില്ല എന്ന് പറയാൻ ചോദിച്ചു. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കില്ല. എഴുന്നേൽക്കുമെന്നാണെങ്കിൽ ഐ വിൽ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the morning എന്ന് പറയാം. എഴുന്നേൽക്കില്ല എന്ന് പറയുമ്പോൾ
ആ വില്ല് കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർക്കുക. ഐ വിൽ നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the morning. ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായത് നെഗറ്റീവ് വാചകമായി. നിങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം. അത് പറയുമ്പോൾ ഐ വിൽ നോട്ട് ഹെൽപ്പ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ ഐ വിൽ നോട്ട് ഹെൽപ്പ് മൈ മദർ ഇൻ കിച്ചൺ. അടുക്കളയിൽ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കില്ല. അത് അമ്മ ചെയ്തോളണം. വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കും. ഐ വിൽ നോട്ട് ഹെൽപ്പ് മൈ മദർ ഇൻ കിച്ചൺ. അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ഹെൽപ്പ് ഓക്കെ ഐ വിൽ നോട്ട് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എന്ത് ചെയ്യില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല. അത് ആവശ്യമുള്ളവർ ഉണ്ടാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചോളണം. അപ്പൊ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനൊക്കെ നമുക്ക് എന്താ പറയാ, വിൽ നോട്ട് വെച്ചിട്ടാണ്. ചെയ്യുകയില്ല എന്ന് പറയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള അത് ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിൽ നോട്ട്. ഒരിക്കലും നടക്കില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ഭാവിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഭാവിയിൽ നമ്മൾ ചെയ്യില്ല എന്നുള്ളതിനാണ് വിൽ നോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ വിൽ നോട്ട് സ്റ്റഡി സാൻസ്ക്രിറ്റ്. ഞാൻ സംസ്കൃതം പഠിക്കില്ല. ഐ വിൽ നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കില്ല. ഐ വിൽ നോട്ട് ടീച്ച് മാത്തമാറ്റിക്സ്. ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കില്ല. അങ്ങനെ നെഗറ്റീവായ ഭാവിയിൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിൽ നോട്ട് എന്ന് പറയുന്ന പേര് ഉപയോഗിച്ച് പറയാം. വിൽ നോട്ട്. യെസ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് വിൽ നോട്ട് വെച്ച് പറഞ്ഞ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത, ചിലപ്പോൾ ഭാവിയിൽ മാറ്റേണ്ടി വരും, എന്നാൽ ഇപ്പോ നമുക്ക് അതിനോട് താല്പര്യമില്ല എങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് പറയാം. യെസ്. ആശിലി ഉണ്ട്? ആശിലി ഇല്ല. ഓക്കെ. ഇനി ആരാണ് നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്? ചിലപ്പോൾ പറയാം ഐ വിൽ നോട്ട് ഗോ എബ്രോഡ്. ഞാൻ വിദേശത്തേക്ക് പോവില്ല, കാരണം എനിക്ക് നാടാണ് ഇഷ്ടം, നാട്ടിൽ നിൽക്കുകയേ ഉള്ളൂ. ഐ വിൽ നോട്ട് ഗോ എബ്രോഡ്. യെസ്. സർ. പറഞ്ഞോളൂ. ലക്ഷ്മി പറഞ്ഞു. സർ, ഐ വിൽ നോട്ട് ടേക്ക് ഡ്രഗ്സ്. വെരി ഗുഡ്. ഐ വിൽ നോട്ട് ടേക്ക് ഡ്രഗ്സ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഓരോരുത്തരും ഓരോ വാചകം പറഞ്ഞാൽ മതി, ഐ വിൽ നോട്ട് വെച്ചിട്ട്. യെസ്. Sir, I will not eat oily food. I will not eat oily food. അഭിരാമി പറയുന്നു I will not drive car. Yes. I will not drive a car. Okay. Yes. Will not വെച്ചിട്ട്. Okay. Anybody? ഒരു will not വെച്ചിട്ട് വാചകം. I will not eat chicken. അഞ്ജലി പറയുന്നു. Okay, അഞ്ജലി. Very good. Yes. I will not eat beef. ഗ്രീഷ്മ പറയുന്നു. Okay. Red meat. പാർവതി പറയുന്നു I will not drink. പറയട്ടെ. I will. അപ്പൊ I will not drinks എന്ന് പറയുമ്പോൾ ഒരു വെർബ് കൂടെ അടിച്ച് I will not use drinks എന്നായിരിക്കും. Yes. I will not use. I will not take drinks. Okay. മദ്യം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അടുത്തത് I will not invest money in share market. Oh, Tyagarajan, very good. I will not invest money in share market. Okay. I will not work as a teacher. Chitra പറയുന്നു I will not use drinks. Okay, correct ആണ്. I will not perform dance. I will not dance എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. I will not ബിഹേവിയേഴ്സ് ഒന്ന് എനിക്ക് പിടികിട്ടിയില്ല, അതിന് മുമ്പ് ഡിലീറ്റ് ആയി. യെസ്. ബാഡ് ബിഹേവിയർ എന്നാണ് എഴുതിയത്. അപ്പൊ നമുക്ക് അങ്ങനെ ഐ വിൽ നോട്ട് ഫോളോ എന്ന് പറഞ്ഞ് വാക്കിയാക്കിട്ട് വിൽ നോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വെർബാണ് വരേണ്ടത്. വിൽ നോട്ട് ഗോ, വിൽ നോട്ട് ജമ്പ്, വിൽ നോട്ട് റീഡ്, വിൽ നോട്ട് ഈറ്റ്. ഓക്കെ. റിതില. ഓക്കെ.
Will not കഴിഞ്ഞിട്ട് ഒരു വെർബ് അത് കഴിഞ്ഞതിന് ശേഷം noun വരും. I will not overcome the problems. Safira. I will not disobey my parents. Okay, Sanila. Will not വെച്ചപ്പോൾ എത്രയോ വാചകങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. Will not. I will not do എന്ത് ചെയ്യില്ല. I will not practice exercise. I will not practice yoga. I will not eat junk food. Okay, Surya. Very good. I will not eat junk food. Yes. I will not. Okay, Ammu. I will not drive helicopter. Very good. Yes. I will not read newspaper. Okay. Idea. I will not read newspaper. Yes. I will not eat fast food. Okay, Sumida. I will not eat fast food. Pinay. I will not. That's okay. Daddy, I will not be angry. I will not study abroad. I will not eat nuts. I will not use lipstick. Okay. Sir, I will not go paragliding. Okay. Rashmi. I will not stitch my dress. I will not scold the children. Okay, Sarita. Okay. I will not scold the children. Yes. Okay. Will not I will not use social media excess. Oh, okay, Sini. Excess injurious to good relationship. Okay. Yes. I will not use no spin. I will not drive fast. Yes. Okay. അപ്പൊ നമുക്ക് മനസ്സിലായി വിൽ നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് വിൽ നോട്ട് പറയുന്നത് മനസ്സിലായി. ഇനി അത് തന്നെ നമ്മളൊരു ചോദ്യമാക്കി ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ചെയ്യുമോ? അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നോട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് വില്ല് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി, അത് ചോദ്യമായിട്ട് മാറി. ഒറ്റ മെത്തേഡാണ് ചോദ്യമാക്കുമ്പോൾ, വേറെ വ്യത്യാസമൊന്നുമില്ല. ആ നോട്ട് കളയുന്നു, ചെയ്യുകയില്ല പോയില്ല എന്ന് പറഞ്ഞ് നോട്ട് കളയുന്നു, വില്ല് നമ്മൾ ആദ്യം പറയുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, വിൽ യു യൂസ് ഡ്രിങ്ക്സ്? നിങ്ങൾ മദ്യപിക്കുമോ? വിൽ യു യൂസ് സിഗരറ്റ്? നിങ്ങൾ സിഗരറ്റ് ഉപയോഗിക്കുമോ? വിൽ യു കം വിത്ത് മീ? നിങ്ങൾ എന്റെ കൂടെ വരുമോ? വിൽ യു ടീച്ച് അസ്? നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമോ? വിൽ ഷീ ബ്രിങ് ജാക്ക് ഫ്രൂട്ട്? അവൾ വരുമ്പോൾ ചക്ക കൊണ്ടുവരുമോ? കണ്ട, വില്ല് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. വില്ല് വെച്ചിട്ടുള്ള ഓക്കെ അറിയാം. വിൽ യു മാരി മീ? അത് ഒരുപാട് സിനിമയിലൊക്കെ കാണുന്നതാണ് അല്ലെ. വിൽ യു മാരി മീ? യെസ്. ഓക്കെ. അതുപോലെ വില്ല് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, രസകരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. വിൽ യു ഡാൻസ് വിത്ത് മീ? അഞ്ജലി. ഓക്കെ. വിൽ യു ഹെൽപ്പ് മീ? ഓക്കെ. ഇതെല്ലാം കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതൊക്കെ ചോദ്യമാണ്. അമ്മു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം. വിൽ യു ഹെൽപ്പ് മീ? ശ്രീന. ഓ, അപ്പൊ ശ്രീനയും അമ്മുവും ഒറ്റ മോഡലായിരുന്നു. ഓക്കെ. യെസ്. മനപ്പൊരുത്തം. വെരി ഗുഡ്. വിൽ യു അണ്ടർസ്റ്റാൻഡ് മീ? ഓക്കെ ഫാത്തിമ. യെസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒന്നും കൂടിയൊക്കെ നമുക്ക് ഭവ്യത പറ്റാൻ വേണ്ടി പ്ലീസ് ഒക്കെ ചേർക്കട്ടെ. നമുക്ക് അങ്ങോട്ട് പോയിട്ടില്ല. വിൽ യു കം? നീ വരുമോ? ഓക്കെ. യെസ്. ഇനി will you come for dinner? Okay. Will you come for dinner? Will you give me some water? Okay, very good. Will you give me some water? Yes. അടുത്തത്, will you please give me the book? Okay. Sanila, ശരിയാണ്. Yes. Will you switch on the AC? Okay. Will you turn off the AC? Okay. ത്യാഗരാജന്റെ ഒന്നും പറഞ്ഞില്ലല്ലോ. Will you avoid the function for me? Will you give me some money? Okay, Tyagarajan. Okay. Will you buy a car? Will you go to temple tomorrow? Okay, Savita, very good. Will you tomorrow? You will have a nice talk with us. Will you have a nice talk with me? Okay.
will you cook breakfast for me? Okay, Sini. Yes. Yes. Sini. Will you meet him? Okay, Safira. Will you give me a pen? Yes. Will you come with me? Will you dance with me? Okay. Yes. അപ്പൊ നമ്മള് ഈ 3 രീതി നമ്മൾ പറഞ്ഞത് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ 3 ടെൻസ് ആണ് നമ്മളിന്ന് will you go to hospital today? Will you go to market? Will you wait for me? എല്ലാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. ഓക്കെ. യെസ്. അപ്പോ 3 ടെൻസ് ആണ് നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. will you ing പറഞ്ഞിട്ട് will you shop with me? will you എനിക്ക് ing വേണ്ട. ഓക്കെ. will you shop with me? ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് 3 ടെൻസുകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് 3 ടെൻസ്? സിമ്പിൾ പ്രസന്റും, സിമ്പിൾ പാസ്റ്റും, സിമ്പിൾ ഫ്യൂച്ചറും. ആ 3 ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി ആർക്കെങ്കിലും ഈ സിമ്പിൾ പ്രസന്റും, സിമ്പിൾ പാസ്റ്റും, സിമ്പിൾ ഫ്യൂച്ചറും ഉപയോഗിച്ചുള്ള കുറച്ച് വാചകങ്ങൾ പറയാമോ? മൂന്നും കൂടി ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. I get up at 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയി. ബട്ട് യെസ്റ്റർഡേ I get up at 7 o'clock. അല്ല, ഇന്നലെ ഞാൻ എഴുന്നേറ്റത് എത്ര മണിക്കാണ്? യെസ്റ്റർഡേ I got up at 7 o'clock. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആയി. ടുമോറോ I will get up at 4 o'clock. നാളെ ഞാൻ 4 മണിക്കാണ്. പ്രസന്റ് ആയി, പാസ്റ്റ് ആയി, ഫ്യൂച്ചർ ആയി. ഓരോ വാചകം തന്നെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാലോ. ഐ കുക്ക് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ്. അപ്പൊ സിമ്പിൾ ഐ സബ്ജക്റ്റ് പെർഫെക്റ്റ് പ്രസന്റ് ടെൻസ്. ഐ കുക്ക്. പക്ഷേ ഇന്ന് ഞാൻ എന്ത് ചെയ്തില്ല? കുക്ക് ചെയ്തില്ല. ടുഡേ ഐ ഡിഡ് നോട്ട് കുക്ക് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. നാളെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കില്ല. ടുമോറോ ഐ വിൽ നോട്ട് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. നെഗറ്റീവായിട്ടും പറയും. അതുമല്ലെങ്കിൽ അടുത്ത കാര്യം നമുക്ക് പറയാം. ഐ ഡു നോട്ട് ഡ്രിങ്ക് മിൽക്ക്. ഞാൻ പാല് കുടിക്കാറില്ല. ടുഡേ ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് മിൽക്ക്. പക്ഷെ ഇന്ന് ഞാനൊരു കപ്പ് പാല് കുടിച്ചു. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് ടുമോറോ. നാളെ ഞാനിത് ആവർത്തിക്കില്ല. പ്രസന്റ് ആയി, പാസ്റ്റ് ആയി, ഫ്യൂച്ചർ ആയി. ലക്ഷ്മി ഇത് പറഞ്ഞു നോക്കിയേ. എന്തെങ്കിലും പറഞ്ഞു. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. സവിത പ്രസന്റ്, പാസ്റ്റ്. ലക്ഷ്മി ആലോചിച്ചോളൂ. I will not go to fish market in Mysore because I don't like to buy fishes there as it was freezed. Yes. അപ്പോ പാസ്റ്റ് വന്നു. I will not go to fish market. Future. Because I don't want to purchase fish. Because as it freezed. Okay, very good. Simple past. Okay. Is അല്ലെങ്കിൽ ആണെങ്കിൽ ആറിന്റെ പാസ്റ്റ് ആണ്, പാസ്റ്റ് അല്ലെങ്കിൽ വേറെ. Okay, very good, സവിത. Okay. Yes, ലക്ഷ്മി. ഇനി അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ പറ്റും. സവിത പറഞ്ഞ പോലെ പറയാൻ പറ്റൂല. ലിങ്ക് ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും അല്ലാതെയും പറഞ്ഞു. Sir, I go for walk every day. Okay. I didn't go for walk yesterday. Yes. I will not go for walk. I will not go walking in future. I would not.
go for walking in future. Confusion ആയി. അത് ഫ്യൂച്ചർ വേണമെന്നില്ല. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വില്ല് പറയുമ്പോൾ ഫ്യൂച്ചറിലേക്കാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. I will not go for walking. Yes. ഓക്കെ. ഇനി അടുത്തത് വേറെ ആർക്കെങ്കിലും പ്രസന്റ്, പാസ്റ്റ്, ദെൻ ഫ്യൂച്ചർ. നിങ്ങളിത് പറഞ്ഞു നോക്കും മക്കളെ, തെറ്റിക്കോട്ടെ. അമ്മു അജി, യെസ് അമ്മു. സർ ഞാൻ പറയാം. സൗമ്യ. ഓക്കെ സൗമ്യ, പറയൂ സൗമ്യ. I dance every day. I didn't dance yesterday. Yes. I will dance tomorrow. വെരി ഗുഡ് സൗമ്യ. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഡാൻസ് കളിക്കാറില്ല, കളിക്കും. യെസ്, വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞാൽ മതി. 3 ടെൻസ് വന്നത് ഞാൻ പറഞ്ഞോളൂ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അല്ല സോറി, ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ്. ഓക്കെ, സിനി പറഞ്ഞോളൂ. I get up 6:30 a.m. in the morning. Yeah. I got up 7 a.m. yesterday in the morning. Yes. Tomorrow I will get up 7 a.m. At 7 a.m. Okay, സിനി കുഴപ്പമില്ല. സർ ഒരു ഡൗട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഗെറ്റപ്പ് എന്ന് പറഞ്ഞിടത്തൊക്കെ അച്ഛന്ന് ചേർക്കണോ? സമയം പറയുന്ന സ്ഥലത്തൊക്കെ അറ്റ് വരും. അറ്റ് വരും, പ്രിപ്പോസിഷൻ വരും. ഓക്കെ, താങ്ക് യു സർ. Okay. We go to school every day. We went to school yesterday. അപ്പൊ നമുക്കതെ we go to school every day. പിന്നെ ഇന്നലെ ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ അതൊരു ഭംഗിക്കേടില്ലേ. അപ്പൊ we did not go yesterday എന്നാക്കി. അപ്പൊ ഇന്നലെ ഞങ്ങൾ പോയില്ല. And tomorrow I will go to school. Yes. ആരാണ്? സാർ ഞാൻ പറയട്ടെ. ആർച്ച പറയും. My mother cooks food every day. Yes. She cooked dosa yesterday. I wish she will cook idli tomorrow. Yes, very good. അതിനകത്ത് ആദ്യത്തിന് മാത്രം ഒരു കാര്യം കേട്ടാൽ മതി. മൈ മദർ കുക്ക് എന്നുള്ളത് കുക്സ് എന്നാക്കണം. കാരണം മദർ എന്ന് പറയുമ്പോൾ ഒരാളുണ്ട്. അപ്പൊ ഒരു പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ കേട്ടപ്പോ അത് കേട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. അതുപോലെ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഓരോരുത്തരുടെ കാര്യങ്ങൾ വെച്ചിട്ട് ഇന്ന് ചെയ്യും നാളെ ചെയ്യില്ല. യെസ്, എനിബഡി? നിങ്ങൾ മാറി നിൽക്കല്ലേ. ഐ ഡിഡ് കുക്ക് ഡിന്നർ. ഐ ഡിഡ് നോട്ട് കുക്ക് ഡിന്നർ. രണ്ടും പാസ്റ്റ് ആണ്. ഒന്ന് പ്രസന്റിലോട്ടായിരുന്നു. പറയൂ. സർ ഞാൻ പറയട്ടെ. പറയൂ സനില. Yesterday I did not cook breakfast. Today I cook dosa for breakfast. Tomorrow I will go hotel for eating breakfast. Okay, very good. Okay, very good. Yes. ഇനി ആർക്കാണ്? നമുക്ക് ഇതിന്റെ പാസീവ് വോയിസിന്റെ ഫോമിലോട്ട് കൂടി പോകണം. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പാസീവ് വോയിസിൽ പറയേണ്ടി വരികയാണെങ്കിൽ പറയാൻ വേണ്ടി അതിൻ്റെ അകത്ത് കൂടി നമുക്കൊന്ന് പോകണം. അപ്പൊ അതുകൊണ്ട് ഞാനിതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഐ ഈറ്റ് ആപ്പിൾ ടുഡേ. ഐ എയ്റ്റ് ആപ്പിൾ യെസ്റ്റർഡേ. അപ്പൊ ഫ്യൂച്ചർ വന്നില്ല കേട്ടോ. ഫ്യൂച്ചർ കൂടി പോരട്ടെ. യെസ്. ഐ പ്ലേ വിത്ത് മൈ ക്യാറ്റ്. I played with my cat. I scolded my children. I didn't scold my children. I cook chicken curry. Today I cook chicken curry. Yes. Sir, Raju goes to church every day. He didn't go to church yesterday. Okay. He will go to church tomorrow. Very good. He will go to church tomorrow. Okay. സർ ഇവിടെ പോയി പറഞ്ഞാലേ
ഐ ഈറ്റ് ആപ്പിൾ ഈറ്റ്സ് വരില്ലേ? ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് വരും. പ്ലൂരൽ വരുമ്പോഴാണല്ലേ സിംഗുലർ വരുന്നത്. ഐ എന്നുള്ളതും യു എന്നുള്ള എസ് വരും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതിന്റെ കൂടെ എസ് വരില്ല. ഓക്കെ, ബാക്കിയുള്ളതിന്റെ കൂടെ എസ് വരുള്ളൂ. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ മാത്രം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സിനി ശ്രദ്ധിക്കുന്നുണ്ട്. വെരി ഗുഡ്. യെസ്, കീപ് ഇറ്റ്. യെസ്, ഇനി ആരാണ്? നിങ്ങൾ വരുന്നിരിക്കുമ്പോ പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചറിലൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ നോക്കണം. അപ്പൊ നമുക്കൊരു ലെറ്റർ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ പല പല രീതികളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പറഞ്ഞോളൂ. അപ്പൊ വി ഗോ ടു സ്കൂൾ എവറി ഡേ എന്നുള്ളതിൽ നമ്മൾ എസ് ചേർക്കണ്ടേ? വേണ്ട. വി എത്ര പേരാണ്? ഒന്നിൽ കൂടുതലുണ്ട്, പ്ലൂറലാണ്. അത് സിനി ഓർത്തിരിക്കുക. സിമ്പിൾ പ്രസന്റിൽ മാത്രം, സിമ്പിൾ പാസ്റ്റിലോ സിമ്പിൾ ഫ്യൂച്ചറിലോ അല്ല, സിമ്പിൾ പ്രസന്റിൽ ടെൻസ് ഉപയോഗിക്കുമ്പോൾ മാത്രം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ചെയ്യണം. ഇപ്പൊ അവൻ, അവൾ, ഇത്, അല്ലെങ്കിൽ ബോയ്, ഗേൾ, പ്ലെയർ. നിരവധി ബോയ്സ് ആണെങ്കിൽ വരില്ല, ഗേൾസ് ആണെങ്കിൽ വരില്ല, പ്ലെയേഴ്സ് ആണെങ്കിൽ വരില്ല, ചേർക്കണം. ഓക്കെ, അപ്പൊ ഒരെണ്ണം ഉള്ളെങ്കിൽ സിംഗുലർ, അതിനൊരു ഏകവചനം സിംഗുലർ എസ് ചേർക്കും. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഐ എന്ന് പറയുമ്പോഴും ഒരാളല്ലേ വരുന്നുള്ളൂ, യു എന്ന് പറയുമ്പോഴും ഒരാളല്ലേ വരുന്നുള്ളൂ, സംശയം നമുക്ക് തോന്നും. അപ്പൊ അത് ഒരു എക്സെപ്ഷൻ ആയിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുക. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല എന്ന് കൂടി മനസ്സിൽ വിചാരിച്ചു. ഇത് നമ്മള് തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് കുറിച്ച് വെച്ചേക്കും. ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി. He goes to school. ഓക്കെ, അപ്പൊ ഹീസ് എന്നുള്ളതിന് പകരം ദ സ്റ്റുഡന്റ് ആണ് വിചാരിക്കുക. അപ്പൊ എന്ത് വരും? The student go to school. അവിടെ തെറ്റിപ്പോയി. സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? സോറി, goes to school. സ്റ്റുഡന്റ് ആണ്, സ്റ്റുഡൻസ് ആണോ എന്ന് നോക്കണം. സ്റ്റുഡൻസ് ആണെങ്കിൽ ആദ്യം പറഞ്ഞത് കറക്റ്റ് ആണ്. സ്റ്റുഡന്റ് ആവുമ്പോൾ എന്ത് ചെയ്യണം? എസ് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. യെസ്, ഓക്കെ. അപ്പൊ ഇത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങളോട് ഓക്കെ ഞാൻ അന്ന് നിങ്ങളോട് കുറച്ച് നമുക്ക് ഇതിനോട് വീണ്ടും മടങ്ങി വരേണ്ട. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് മടങ്ങി വരും. അന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങളെല്ലാം ബിയിൽ തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? ബിയിലല്ലേ തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു? ഞാൻ ചോദിച്ചില്ലേ ബിയിൽ തുടങ്ങുന്ന, അല്ലെങ്കിൽ ബിയിൽ ആൻസർ ബിയിൽ ആരംഭിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? യെസ്, രശ്മി ബിയിൽ തുടങ്ങുന്ന ഞാൻ ചോദിച്ചു അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് ലെറ്റർ ആറിൽ തുടങ്ങുന്നത് ചോദിച്ചിരുന്നു. അതെ രശ്മി, ഇത് തന്നെ ആറിൽ തുടങ്ങുന്നത്. നോ. ഓക്കെ. യെസ്, അപ്പോ നിങ്ങളുടെ ലെക്കൊന്ന് നോക്കുകയാണ്. ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ഗ്രൂപ്പായിട്ട് തിരിക്കണോ അല്ലെങ്കിൽ അവിടെ കോമൺ ആയിട്ട് പറഞ്ഞാൽ മതിയാ? കോമൺ ആയിട്ട് പറയാല്ലേ? ഓ യെസ്. അപ്പോ ആദ്യം പറയുമ്പോഴേ ചിലപ്പോൾ രണ്ടുപേരെ ഒരുമിച്ച് പറയൂല. അപ്പൊ നമുക്ക് ആദ്യം പറയുന്ന രണ്ടുപേരെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. കാരണം ചിലപ്പോൾ പറയുമ്പോൾ ഒരുമിച്ചായിരിക്കും പറയുന്നത്. അപ്പൊ ഇത് മത്സരമൊന്നും അല്ലാത്തതുകൊണ്ടും ഒരു മാനുഷിക പരിഗണന കൊടുത്തിട്ട് നമുക്ക് ആദ്യം പറയുന്ന രണ്ടുപേരെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ്. അപ്പൊ നിങ്ങളുടെ ആൻസർ എല്ലാവർക്കും ആരംഭിക്കേണ്ടത് ആർ എന്ന് പറയുന്ന ലെറ്ററിലാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, the first question: water droplets, droplets, falling from clouds. Rain. ഓ, ഞാനിപ്പോ കണ്ടുപിടിക്കാനായിട്ട് വലിയ പാടാണ്. ഇപ്പൊ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടേ. യെസ്, റെയിൻ. അപ്പൊ രശ്മിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. രശ്മിയുടെ മുന്നേ ആരെങ്കിലും വന്നോ? Fatima.
ഫാത്തിമ. യെസ് ഫാത്തിമ. അത് ആരാണ് ആദ്യം പറഞ്ഞത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അത് ആരെ ഏൽപ്പിക്കണം? അപ്പൊ അത് ഫാത്തിമനെ തന്നെ ഏൽപ്പിക്കാം അല്ലേ? യെസ്. അപ്പൊ ആരാണ് ആദ്യം പറഞ്ഞു നോക്കിക്കോളെ. യെസ്. അപ്പോ ആൻസർ ഈസ് കറക്റ്റ്. The rain water droplets falling from cloud, that is called rain. Next question. Arch of colors in the Rainbow. 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 yes, okay. Fatima, ആരാണ് ആദ്യം വന്നത്? ഫാത്തിമ, രശ്മി, അനില, അല്ല ആര്യ. രണ്ടുപേര് പേര് പറയാൻ പറ്റുമോ? ഫാത്തിമ, രശ്മി, അനില. ഓക്കെ ശരിയാണ്. Okay. Arch of colors in the sky, that is rainbow. Okay. Ini, next question. Circular gold branch worn, W-O-R-N, worn on a finger. Ring. റിങ്. അമ്മു വന്നിട്ടുണ്ട്. രശ്മി. പിന്നെ ആർക്കെങ്കിലും പറഞ്ഞു. അപ്പം ഇതിന്റെ അമ്മു രശ്മി. പിന്നെ ഫാത്തിമ, പിന്നെ ആരാന്ന് കണ്ടില്ല പേര്. എഴുതിയേക്കണേൽ ആദ്യം അമ്മു. അതായത് എഴുതുമ്പോ കുറച്ച് സമയം കൂടി പോകില്ല. അപ്പൊ അമ്മുവിന് നമ്മൾ പരിഗണിച്ചതാണ് കേട്ടോ. ഫാത്തിമ വന്നിട്ടുണ്ട്. ഓക്കെ. ഇതേ കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. യെസ്. ഓക്കെ. പിന്നെ ഇത് ഒരു മത്സര ഇനമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. യെസ്. A place to board, B-O-A-R, board, place. A place to board, B-O-A-R, trains, T-R-A-N-S, trains. റെയിൽവേ സ്റ്റേഷൻ. Railway station. Okay, സനില അല്ലേ? സനില അല്ല, ഫാത്തിമ. അല്ല. അതെ. ഈ സനില എന്ന് വരുന്നത് ഫാത്തിമയാണോ? അല്ല. അല്ല, ഫാത്തിമയാ പറഞ്ഞത്. യെസ്. ഓക്കെ. അപ്പൊ ഫാത്തിമ മാത്രമുള്ള വേറെ ആരും ഉണ്ടായില്ല? യെസ്. അപ്പൊ a place to board train, that is railway station. Okay. Next question. A small machine that controls TV. Remote. Okay. ആരൊക്കെയാണ്? ഫാത്തിമ, സനില, രശ്മി. ഒരാളെ നമുക്ക് എഴുതിന്ന് കൊടുക്കാം. എഴുതുന്നില്ല, കാരണം എഴുതുന്നതിന് സമയം കുറച്ച് പോകില്ല. അപ്പൊ ഫാത്തിമ ഉണ്ടായിരുന്നു, രശ്മി ഉണ്ടായിരുന്നു, പിന്നെ ആരാണ്? അനില. ഓക്കെ. യെസ്. അടുത്തത് ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടേ ഇപ്പൊ ഇന്ന് വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പയ്യെ ഇറക്കുക ഈ ഓരോ ക്വസ്റ്റ്യൻ രസകരമായിട്ട്. പിന്നെ ഒരു സമ്മാനവും കരുതി വെക്കണം. ഈ ഉത്തരം പറയുന്ന ആൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെറിയൊരു സമ്മാനവും കരുതി വെച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഷൈൻ ചെയ്യാൻ പറ്റും. ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ. യെസ്. ഓക്കെ. A small machine that controls TV. അടുത്തത് A thick, T-H-I-C-K, thick, a thick strong cord, C-O-R-D, made by twisting strands together. A thick strong cord, C-O-R-D, made by twisting, T-W-I-S-T-I-N, twisting strands, S-T-R-A-N-D-S, strands together. കേക്കാണോ? ഒന്നുകൂടി പറഞ്ഞ കേക്ക്. എന്താ ഉദ്ദേശിച്ചത്? അറിയില്ല സാർ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഒന്നുകൂടി പറയാം. ഓക്കെ. മ്യൂട്ട് ചെയ്തോളൂ, കേട്ടോളൂ. A thick, T-H-I-C-K, strong cord, C-O-R-D, cord, ചരട്, made by twisting
റോപ്പ്. റോപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ, റോപ്പ്. ആരാണ് കറക്റ്റ് പറഞ്ഞത്? ഫാത്തിമ. ഓക്കെ, യെസ്. എഴുതിയിലും ഒരാളെ പറഞ്ഞിരുന്നു, പേര് വിട്ടുപോയി. യെസ്. അപ്പൊ നമുക്ക് സാധാരണ റോപ്പ് ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ല, അതിന്റെ അകത്ത് ചെറിയ ചെറിയ സ്റ്റാൻഡ്സ്, നൂലുകള് ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്ത് ചേർത്തിട്ടാണ് അത് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത്, എലിവേറ്റഡ് ട്രാക്ക് റൈഡ്സ് ഇൻ എ അമ്യൂസ്മെന്റ് പാർക്ക്. Ride. റോളർ കോസ്റ്റർ. Roller coaster. റോളർ കോസ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. ഫാത്തിമ രശ്മി. യെസ്. ഫാത്തിമ ലക്ഷ്മി. യെസ്. അടുത്തത്, that is very simple. The upper covering of the building. The upper Roof. roof. അപ്പൊ ആരൊക്കെയുള്ളത്? ഫാത്തിമ രശ്മി സിനി. ഫാത്തിമ രശ്മി സിനി. ഓക്കെ 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 ഓക്കെ. ഈ മാർക്ക് എഴുതിയകളൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്, അതൊന്നും ഉണ്ടാക്കണ്ട. യെസ്. ഓക്കെ, അപ്പർ കവറിംഗ് ഓഫ് ദി ബിൽഡിംഗ്. യെസ്. അടുത്തത്, എ മെഷീൻ റിസംബ്ലിംഗ് എ ഹ്യൂമൻ ഡൂയിങ്. Robot. റോബോട്ട്. ഓക്കെ, ചോദ്യം മുഴുവനാക്കാൻ ശ്രമിച്ചില്ല, അതിന് മുമ്പ് ഉത്തരം വന്നു. ഓക്കെ, ആരൊക്കെയാണ്? ഫാത്തിമ, രശ്മി മാത്രം. രശ്മി മാത്രം. ഇവിടെ ആർച്ചയും വന്നിട്ടുണ്ട്. യെസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. റോബോട്ട്. യെസ്. അടുത്തത്, എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ runners, horses or vehicle. റേസ്. Correct answer. Okay okay, race. ഫാത്തിമ സനില. ഫാത്തിമ സനില. യെസ്. അനില അല്ലേ? സനില ഉണ്ട്. സനില. അപ്പൊ നേരത്തെ ഉണ്ടായത് സനിലന്റെ അല്ലേ? സനില തന്നെ ഇത്. അനില. ഞാൻ എഴുതിയപ്പോ അനില പോയി. ഓക്കെ, സനില. ഓക്കെ, യെസ്. അതെ, ഈ മാർക്ക് രേഖപ്പെടുത്താൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ കൈ വിട്ടു പോകുന്നുണ്ട്. യെസ്. അപ്പൊ ഇപ്പൊ നിലവില് ഉള്ള ആ ഒരു ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോ അതിൻ്റെ അകത്ത് ഇപ്പോ രശ്മിക്ക് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഫാത്തിമക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സനിലക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, പിന്നെ അമ്മുവിനും രാഗിക്കും ആർച്ചയ്ക്കും സിനിക്കും 2 പോയിന്റ് വീതം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇനി അടുത്തൊരാളെ ഞാൻ വിളിക്കുന്നത് 2025 നാളെ വരികയാണ്. 2025 നാളെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോട് കൊടുക്കാവുന്ന ഒരു ഉപദേശം, അപ്പൊ അത് ഒരു വരി ആയാലും മതി, ഒന്നിക്കൊല്ലാണെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു വരി നമുക്ക് പറയുന്നത് ബി പൊളൈറ്റ് ഇൻ ലൈഫ്. ജീവിതത്തില് മര്യാദ പാലിക്കുക. ആരാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഉപദേശം? അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡോൺ ഡിസൊബേ യുവർ പാരന്റ്സ്. ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ധിക്കരിക്കരുത് അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കരുത്. അപ്പോ 2025 നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം, അത് ഇംഗ്ലീഷിൽ. Sir, don't give up. Don't give up. Yes. Okay. Very good. Don't be shouted. Don't be shouted. Yes, അത് കറക്റ്റ് ആണ്. ചില ആളുകൾക്ക് ഉറക്കെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടില്ല. Yes, okay. Don't shout. Yes. Humble and polite. അടുത്ത പറഞ്ഞു be polite. സഹന പറയുന്നത് Humble and polite. 2025 be humble and polite എന്നാണ് തസ്തീഫ പറയുന്നത്. ഓക്കെ, സിനി എന്താ പറയുന്നത്? സോറി സർ. ഓക്കെ. പിന്നെ ആലോചിച്ചോളൂ. അടുത്തത്
നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം ഇംഗ്ലീഷിൽ പറയും. Humble and polite. Don't use mobile phone excessively. അപ്പൊ ഓവറായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് സിരി പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ നമുക്കത് പറയാം, മിനിമൈസ് ദ യൂസ് ഓഫ് മൊബൈൽ ഫോൺ. ഓക്കെ. സുസ്മിത, റെഡ്യൂസ് എന്നും പറഞ്ഞോടെ സാറേ? കുറയ്ക്കുക. കുറച്ചുകൂടി നല്ലത് മിനിമൈസ് ആണ്, കുറച്ചുകൊണ്ട് വരിക. അത് കുറയ്ക്കാന്ന് വേറെ പല സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ഇത് മിനിമൈസ്. ഓക്കെ ഓക്കെ, ചിത്ര പറഞ്ഞോളൂ. We should dream in New Year and catch it in the year. ഓ ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഭാവിയിലേക്കുള്ള ഇത് ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. പിന്നെ കീപ് യുവർ എയിം, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഓക്കെ, ഇനിയുള്ള 365 ദിവസങ്ങളിൽ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം എന്താ നിങ്ങൾ പറയുന്നത്, നമ്മള്. കാരണം ഈ 2025 കാണുവാൻ ആഗ്രഹിച്ച എത്രയോ ആളുകളുണ്ട്. 2025 ഓക്കെ, സിനി മിനിമൈസ് ദ യൂസ് ഓഫ് മൊബൈൽ ഫോൺ. 2025 സ്വപ്നം കണ്ട എത്രയോ മനുഷ്യരുണ്ട്. 2025 ബി പോസിറ്റീവ് ഇൻ ലൈഫ് ആൻഡ് ബി കോൺഫിഡന്റ്. ഓക്കെ അർച്ചൻ, ബി കോൺഫിഡന്റ്. ഓക്കെ, ഡോണ്ട് കമ്പയർ മീ ടു അതേഴ്സ്. അപ്പൊ നമുക്ക് മീ എന്നുള്ളതാണ് കളയാം. ശരിതാ, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് ഒന്നും താരതമ്യം ചെയ്യരുത്. ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. ലവ് ആൻഡ് റെസ്പെക്ട് യുവർ സെൽഫ്. അത് നല്ല കാര്യമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ബി ട്രൂത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ്. സ്പെൻഡ് ടൈം മോർ വിത്ത് ഫാമിലി. ഓക്കെ ത്യാഗരാജൻ, ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, ദാറ്റ് ഈസ് അഡ്വൈസ്. നിങ്ങൾക്ക് പറയും ഡോണ്ട് യൂസ് ആൽക്കഹോൾ. നിഷിത, ഓക്കെ, ഡോണ്ട് യൂസ് ആൽക്കഹോൾ. പിന്നെ ഒരാൾ പറഞ്ഞു ഡോണ്ട് വാട്ട് ബി ഒപ്റ്റിമിസ്റ്റിക്. ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ടിരിക്കുക. ശുഭാപ്തി വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ആണ് പെസിമിസ്റ്റിക്. ഓക്കെ, അപ്പൊ ബി ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ടിരിക്കുക. ഓക്കെ, അത് നല്ല കാര്യമാണ്. ബി പൊളൈറ്റ്, ബി ഒപ്റ്റിമിസ്റ്റിക്, ബി കറേജിയസ്. യെസ്. 2025 ഇത് നിങ്ങൾ മറ്റുള്ളവർ ഉപദേശിച്ചതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നു, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംഗതി forget the past. Okay, Sabina, past is the waste paper എന്നാണ്. Read a book a month. ഐശ്വര്യ പറയുന്ന ഒരു മാസത്തില് ഒരു ബുക്കെങ്കിലും വായിക്കണം. Spend time doing the things you love. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുത്ത ഉപദേശമാണ്. Avoid dramas and focus on your goals. Okay, live in the presence. രാഗി, ഓക്കെ, നോക്കുക. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മറ്റുള്ളവർ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഉപദേശമാണ്, അഡ്വൈസ് നമ്മൾ കൊടുത്തത്. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ആരാണെന്നുള്ളത്. ആരൊക്കെ നിങ്ങളെ കുറിച്ച് ഇപ്പൊ നല്ലത് പറയണം, അടിപൊളിയാന്നൊക്കെ പോയി നിങ്ങൾക്കറിയാലോ. കാര്യം ശരിയാണെങ്കിൽ ഇവിടെയൊക്കെയാണ്, പക്ഷെ എന്റെ കയ്യിൽ ഈ വക ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അത് നിങ്ങൾ കണക്കും. നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് തിരിയുന്നു. യു ടേൺ ടു യുവേഴ്സെൽഫ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു, അടുത്ത വർഷം മുതൽ ഞാൻ എന്റെ ഇന്ന സ്വഭാവം മാറ്റാൻ തീരുമാനിച്ചു, അത് ഞാൻ ഇങ്ങനെയാവാൻ തീരുമാനിച്ചു. ഇത്രയും നേരം ഞാൻ വേറൊരാളോട് പറഞ്ഞതാണ്, ഞാൻ പൊളൈറ്റ് ആണ്. യെസ്, നോ, ഐ ആം ഗുഡ്. ആദിത്യ പറയുന്നു എനിക്കൊരു കുഴപ്പമില്ല, ഐ ആം ഗുഡ്. യെസ്. അപ്പൊ നമുക്കറിയാലോ നമ്മളെ കുറിച്ച്. നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ജഡ്ജ്. നമുക്കറിയാം വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മളെ കുറിച്ച് അറിയാം. നമ്മുടെ പോസിറ്റീവ് സൈഡ് അറിയാം, നമ്മുടെ നെഗറ്റീവ് സൈഡ് അറിയാം, നമ്മുടെ കഴിവ് അറിയാം, കഴിവ് കേടും അറിയാം. രണ്ടും അറിയാം നമുക്ക്. അപ്പൊ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അടുത്ത വർഷം 2025 ഞാൻ ഈ രീതിയിലാവാൻ തീരുമാനിച്ചു. യെസ്. അപ്പൊ ഇപ്പൊ ഒരു പ്രശ്നം വരും. ഹോപ്പിംഗ് ഗെറ്റ് ആഡിക്വേറ്റ് സ്ലീപ്, സെൽഫ് ലവ് ആൻഡ് സീസ് ദ ഡേ. ഓക്കെ ഷഹാന,
യെസ്. അപ്പൊ ഞാനിപ്പോ ബി പൊളൈറ്റ് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇപ്പൊ ഞാൻ പൊളൈറ്റ് അല്ല എന്ന് വിചാരിക്കുമല്ലോ എന്ന് വിചാരിക്കും അല്ലെ? അത് വേണ്ട, ഒരു അങ്ങനെ ചിന്തിക്കണല്ല. അത് വിട്ടല്ലേ, നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് പറയണം, എനിക്ക് ഇത്തിരി സെൽഫ് കോൺഫിഡൻസിന്റെ കുറവുണ്ട്, ഐ വിൽ ഓവർകം ദാറ്റ് ലാക്ക് ഓഫ്. ഓക്കെ, ബി ഹെൽത്തി. സവിത പറയുന്നു ബി ഹെൽത്തി. യെസ്, ടോക്ക് ടു യുവർ സെൽഫ് വിത്ത് കൈൻഡ്നെസ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ദയോടുകൂടി സംസാരിക്കുക. യെസ്. പിന്നെ ഐ നീഡ് ടു ചേഞ്ച് മൈ ലൈഫ്. ഓക്കെ, രാജി പറഞ്ഞ പോലെ നല്ല കാര്യമാണ്, അതെല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് കുറച്ച് മടിയുണ്ട്. ഞാൻ എന്റെ മടി 2025 മാറ്റുകയാണ്. യെസ്, മാറ്റിയില്ലെങ്കിലും ഒന്ന് കുറയ്ക്കെങ്കിലും ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ I will try to reduce procrastination. യെസ്. ഓക്കെ 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 ഓക്കെ. ഐ വിൽ റീഡ് ദ ന്യൂസ് പേപ്പർ ഡെയിലി. അടുത്ത 2025 മുതൽ ഐ വിൽ ബിക്കം ലെസ് ആംഗ്രി. സെറീന പറയുന്നു ഞാൻ ഇനി മുതൽ ആദ്യം ദേഷ്യം പിടിക്കില്ല. ചെറുതായിട്ട് പിടിക്കും, എന്നാലും വലുതായിട്ട് ദേഷ്യം പിടിക്കില്ല. ദേഷ്യം വരുമ്പോ ദേഷ്യം വരും, സങ്കടം വരുമ്പോ കരയും, സന്തോഷം വരുമ്പോ ചിരിക്കും. ഇതൊക്കെ റാഷണൽ ബിഹേവിയർ ആണ്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല, ഒരു അബ്നോർമലും അവർക്കില്ലാതെ നമ്മൾ വിചാരിക്കും. യെസ്. ഓക്കെ, ഐ വിൽ ഡ്രിങ്ക് വാട്ടർ പ്രോപ്പർലി. ഓക്കെ, രാഗി തീരുമാനിച്ചിരിക്കുന്നു ഇത്രയും നാൾ വെള്ളം കൂടി കുറവായിരുന്നു. ഐ വിൽ ഡ്രിങ്ക് വാട്ടർ പ്രോപ്പർലി. യെസ്. അപ്പൊ ഒരു മനുഷ്യന് എത്ര ഗ്ലാസ് വെള്ളമാണ് കുടിക്കണ്ടേ? ഗ്രീഷ്മ, ഐ വിൽ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ജീവിതത്തിൽ വിജയിച്ച എല്ലാവരും അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത് കേട്ടോ. പേഷ്യൻസ് ടുവേർഡ്സ് പ്രോബ്ലം. ഓക്കെ, നമുക്ക് പറയട്ടെ രാഗി. അപ്പൊ ഷഹാന പറയുന്നു ക്ഷമയോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുക. ഐ വിൽ ഡു മെഡിറ്റേഷൻ ഡെയിലി. മെഡിറ്റേഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. യെസ്. അത് 3 ലിറ്ററാണ് വെള്ളം എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് ചില ഡോക്ടർമാർ. ഐ വിൽ ട്രൈ ടു ഡിക്രീസ് മൈ ഡിപ്രഷൻ ആൻഡ് ട്രൈ ടു ലിവ് പീസ്ഫുള്ളി. ഓക്കെ, സമാധാനമായിട്ട് ജീവിക്കുക. നമ്മൾ ബലം പിടിച്ചാലൊന്നും എന്ത് പിടിച്ചാലൊന്നും ലോകത്ത് ആത്യന്തികമായിട്ട് മാറ്റം വരാം. ഐ ആം സോ സെൻസിറ്റീവ്, സോ ഐ വാണ്ട് ടു ബി മോർ സ്ട്രോങ്. ആർച്ച പറയുന്നു. ഓക്കെ ആർച്ച, ബി ബോൾഡ്. യെസ്. അല്ല, നിങ്ങൾ നിങ്ങളിലേക്ക് ഐ വിൽ ഡു പ്രാണായാമ. രാഖി, ഓക്കെ, വെരി ഗുഡ്. Yes, I will do it. I will do exercise every day. Sumita, yes. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങൾ സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് വരികയാണ്. ദിസ് ഇയർ and I will do exercise, I will do pranayama. and സിമ്പിൾ ഫ്യൂച്ചർ ടെസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാൻ പറ്റുന്നത് നിങ്ങൾ പറയില്ല, നേരെ മറിച്ച് ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും അറിയാതെയാണെങ്കിലും നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്. ഇനി അടുത്തത് I will control my anger. Okay, Shabina. I will try a proper diet. Okay, Nishita. I will try a proper diet. Okay. Health. When the health is lost, something is lost. When the money is lost, when the wealth is lost, nothing is lost. Health is lost, something is lost. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണുണ്ട്. ആരോഗ്യം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. എന്തൊക്കെ നമുക്ക് ഉണ്ടായാലും, എത്ര പൈസ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാലും ആരോഗ്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കൈവിട്ടുപോയതാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും. ഐ വിൽ അപ്സെറ്റ് അബൌട്ട് എ ലിറ്റിൽ തിങ്, നൗ ഇറ്റ് ഹാസ് ടു ബി ചേഞ്ച്. അല്ലേ, ചെറിയൊരു കാര്യം മതി ഞാൻ മാനസികമായിട്ട് ഡെസ്പ് ആവുമായിരുന്നു. ഈ 2025 മുതൽ ഞാൻ അങ്ങനെയല്ല, ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ഡെസ്പ് ആവുന്നില്ല. യെസ്. ഓക്കെ, അത് വളരെ ഐ വിൽ ഗെയിൻ മൈ വെയിറ്റ്. യെസ്. ഓക്കെ ജസ്ല, I will spend more quality time with my family. Aishwarya, okay. Be with the family. That will reduce your tension. Yes. I will participate all programs. I will participate all programs. അത് നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. I will participate. I will learn driving. സുമിത, ഓക്കെ. അപ്പൊ പുതിയൊരു ടെക്നോളജി നമ്മൾ അറിയുന്നു. I will learn driving. I will save money. Lekha, very good, very good. Okay, ഇത്രയും നാളും ലാവിഷായിരുന്നു. Now I will save the money. I will ignore toxic people and focus on the people who uplift me.
എന്നെ കുറ്റം പറയുന്നവരെ ഞാൻ ഒഴിവാക്കുന്നു. എന്നെ അപ്ലിഫ്റ്റ് ചെയ്ത് എനിക്ക് പ്രോത്സാഹനം നൽകുന്നവരിലേക്ക് മാത്രമായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഞാൻ അപ്പോൾ ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ചിന്തിക്കുന്നത്, അതിൽ കൂടുതൽ സമയം ചിന്തിക്കുന്നത്, നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും, എങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചായിരിക്കും? അപ്പൊ പെട്ടെന്ന് ഒരു പക്ഷേ നിങ്ങൾ ഉത്തരം പറയും, ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക എന്റെ സുഹൃത്തുക്കളെ കുറിച്ചായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല. എപ്പോഴും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ കുറിച്ചായിരിക്കും. എന്നാലും അതായിരിക്കുള്ളൂ നമ്മുടെ ശരി. വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ. എന്നാൽ ഐ വിൽ ട്രൈ ടു ചേഞ്ച് ഷൈൻ. ഓക്കെ സ്വപ്ന, ഐ വിൽ ട്രൈ ടു ചേഞ്ച് മൈ ഷൈൻനെസ്. ഓക്കെ, ഡോണ്ട് ട്രൈ ടു ഇംപ്രസ് എവരിവൺ. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കരുത്. I will know my limits and okay. ഏറ്റവും വലിയൊരു തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കഴിവില്ലായ്മയെ കുറിച്ച് നമുക്ക് അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. നമ്മള് വേറെ ആളുകളുടെ മുമ്പിൽ അംഗീകരിച്ചു കൊടുക്കില്ല, എങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മുടെ കഴിവില്ലായ്മ എവിടെയാണ്. അത് വലിയൊരു തിരിച്ചറിവാണ്, ലിമിറ്റേഷനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ 2025 വളരെയധികം മാറ്റങ്ങളാണ് ഈ 58 പേരിൽ നിന്ന് ഉണ്ടാവുന്നത്. ഐ വിൽ പർച്ചേസ് എ സ്കൂട്ടി. ഓക്കെ റിദില, വെരി ഗുഡ്. കീപ്പിംഗ് തിങ്സ് പേഴ്സണൽ ആൻഡ് നോട്ട് ഷെയറിംഗ് വിത്ത് പബ്ലിക്കിലി. ഓക്കെ, സകല അനുഭവം കൊണ്ട് പഠിച്ച പാഠമായിരിക്കും അല്ലേ. ഐ വിൽ ലേൺ ടു ഡ്രൈവ് മൈ കാർ. ഓക്കെ, ആശ്വരി പറയുന്നു ഐ വിൽ ഗെറ്റ് എ ജോബ്. ഒരു ജോലി ഞാൻ ഉറപ്പാക്കും 2025. ഡോണ്ട് ടെൽ പീപ്പിൾ ഇൻ മൈ പ്ലാൻസ്. ഓക്കെ, അതങ്ങനെ പറയാറുണ്ട്. നമ്മുടെ പ്ലാനും പദ്ധതികളും നമ്മുടെ മനസ്സിലായിരിക്കണം. ആ പ്ലാനും പദ്ധതിയും നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷമേ പറയാവൂ എന്നാണ് പറയുന്നത്. അവർ പ്ലാൻ അതല്ലായെങ്കിലേ ഈ കുറച്ച് ആൾക്കാരുണ്ട് എന്തിനും നെഗറ്റീവ് കാണുന്ന ആൾക്കാരുണ്ട്, എല്ലാത്തിനും നെഗറ്റീവ്. ഒരു മാറി ചിന്തിക്കാനായിട്ട് കഴിവില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ. നമ്മളിപ്പോഴും ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളും ഒക്കെ ജീവിച്ചു വളർന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ കുട്ടികളോട് പറയുമ്പോൾ ഞാനൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഞാനൊക്കെ അത്. അപ്പൊ നമ്മുടെ കുട്ടികളെ യെസ്റ്റർഡേയിലോട്ട് കൊണ്ടുപോവുകയാണ് നമ്മൾ അറിയാണ്ട്. ഞാൻ അങ്ങനെയായിട്ടില്ല, എന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇന്നലേക്ക് കൊണ്ടുപോവുകയാണ്. അത് പാടില്ല, കാലഘട്ടം മാറിയില്ലേ. അപ്പോ അവനെ എവിടെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്? ഫ്യൂച്ചർ, നാളെയിലോട്ട് കൊണ്ടുപോവാ. നമ്മളൊരു സംഗതി കാണുമ്പോൾ യെസ്, ഓക്കെ 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 രശ്മി, ഞാൻ അങ്ങനെയായിരുന്നു അതുകൊണ്ട് നീ അങ്ങനെയാവുന്ന ഒരിക്കലും പറയരുത്. ഇന്നലകളിലേക്ക് നമ്മൾ ഒരിക്കലും കൂട്ടിക്കൊണ്ടു പോകരുത്. നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആൾക്കാർ ഇന്നലകൾ, ദാറ്റ് ഈസ് പാസ്റ്റ്. നേരത്തെ പറഞ്ഞില്ലേ, പാസ്റ്റ് ഇസ് ദ വേസ്റ്റ് പേപ്പറാണ്, അത് കഴിഞ്ഞു പോയി. നമ്മൾ എത്ര ആലോചിച്ചിട്ടും കൈവിട്ടു പോയ അസ്ത്രം കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ചിട്ട് കാര്യമുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ പിന്നെ അതിനെ കുറിച്ച് നിൽക്കണം, നമ്മൾ നാളെ കുറിച്ച് ആലോചിക്കും. യെസ്, ഓക്കെ ആക്ച്വലി അവോയ്ഡ് നെഗറ്റീവ് തോട്ട്സ്. തിങ്ക് എന്നുള്ളത് തോട്ട് ഇതാണ്. ഐ വിൽ ഗോ എബ്രോഡ്. സുമിത പറയുന്നു ഞാൻ 2025 വിദേശത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. യെസ് സർ, ഐ വിൽ ബി കറക്റ്റഡ്. അപ്പൊ സിനി സ്വയം പറയാണ് ഞാൻ സ്വയം ഒരു തിരുത്തലിന് വിധേയമാണ്. അത് തന്നെയാണ് വെരി ഗുഡ്. ഓക്കെ, സിനി നല്ല ചിന്തിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ലിമിറ്റേഷൻ, ഒരു തിരുത്തലിന് നമ്മൾ വിധേയമാണ്. പലപ്പോഴും നമുക്കറിയാമായിരുന്നു, നമ്മൾ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ മക്കളെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരണം. കാരണം അവര് കോമ്പീറ്റ് ചെയ്യുന്നത് വലിയ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലാണ്. അവിടെ നമ്മുടെ മക്കൾ തടയപ്പെടരുത് എന്നുണ്ടെങ്കിൽ ഇന്നലകളിലേക്ക് കൊണ്ടുപോകരുത്, നാളുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അവരെ നിങ്ങൾ മാറി നിന്ന് ശ്രദ്ധിക്കുക. മാറി നിന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഒരുപാട് അവരുടെ പോസിറ്റീവ് സൈഡുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളെപ്പോഴും വഴക്കൊക്കെ പറയുമെങ്കിലും അവരുടെ പോസിറ്റീവ് സൈഡ്, അവരുടെ പോസിറ്റീവ് സൈഡ് നമുക്ക് കാണാൻ പറ്റും. ആ ലെവലിലോട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. യെസ്, അപ്പോ രശ്മി പോയോ? Hello. ഓക്കെ രശ്മി, 2025 വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു 2 വാക്കൊന്ന് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട്. I wish everyone all the best and stay positive in the year 2025. Overcome all your shortcomings and focus on the positive things. Yes. Okay, ini Savita. Yes, sir.
പറഞ്ഞോളൂ. 2025 എങ്ങനെയായിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു ആശംസ, 2025 ഒരു ആശംസ പറയാ, ഇതിനോട് പറയുകയാണെങ്കിൽ ഇതിന് പറയുന്നുള്ളൂ. I wish you all a happy new year and prosperous life for your future. യെസ്, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ. യെസ്, ഇനി ആർക്കാണ് പറയേണ്ടത്? എല്ലാവരോടും കൂടിയായിട്ട്. ത്യാഗരാജൻ പറയാമോ? ഇതിൻ്റെ അകത്ത് ഗേൾസിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ല, ആ പയ്യനെ ഇപ്പൊ കാണാറില്ല അല്ലേ? യെസ്, ഇനി ആർക്കാണ് പറയാവുന്നത്? 2025 ഒരു ആശംസ പറയാനായിട്ട് പറ്റുന്നത്? യെസ്, ഇനിപടി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വിചാരങ്ങൾ, നമ്മൾ ഏറ്റവും ഒരു വാചകങ്ങളൊക്കെ പറഞ്ഞില്ല, ഒരു പറഞ്ഞില്ലേ, അതിൽ നിന്നൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് പറയണം. യെസ്, ഇനിപടി. അപ്പൊ നേരത്തെ പറഞ്ഞില്ല, ഒരവസരവും ഞാൻ പാഴാക്കില്ല എന്ന് പറഞ്ഞ ഒരാളില്ലാതുണ്ടായിരുന്നല്ലോ, സിനിയല്ലേ? ഇതും ഒരു അവസരമാണ്. സിനി പറയൂ. Wish you happy new year to all. Yes. Become happy, safe, and wish a prosperous and joyful year ahead. Okay, very good, very good. ഇതാണോ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞത്? വെരി ഗുഡ്. കണ്ട, പറഞ്ഞപ്പോ തന്നെ പറഞ്ഞില്ലേ, എ പ്രോസ്പെറസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഹെഡ്. മുന്നിലേക്ക് നിങ്ങൾ വളരെ നല്ലൊരു സമൃദ്ധമായ ഒരു വർഷം നിങ്ങളുടെ മുന്നിലേക്ക് വരട്ടെ. യെസ്, ഇനി ആരാണ്? ഒരാൾക്കും കൂടി ചാൻസ് തരാം. 11:27 വൺ മോർ പേഴ്സൺ. ഇനി ആര്? യെസ്, പറയൂ, അഭിരാമി പറയൂ. I wish you all happy new year. All dreams are come true in the year. Yes, okay. Very good, very good. അപ്പൊ ഇനി ആരെങ്കിലും? എനിബഡി? ഒരു വെൽ വിഷിംഗ്? Hello sir. പറയൂ, I wish you all happy new year and good moments in your life. Enjoyed and happy to 2025. All the best. All the best. Okay. ഇനി ഓക്കെ, വെൽക്കം. നന്നായിട്ടുണ്ട് ഇതില. യെസ്, ഇനി ആരാണ്? അമ്മുന് പറയണോ? സഫീറ പറയുന്നു, live your life without thinking about what people will say. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതം പാഴാക്കരുത്. അവര് പറഞ്ഞോളും. കുറ്റം പറയാൻ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അത് അവര് പറഞ്ഞോളും. ഓക്കെ, അവര് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. യെസ്, ഇനി അപ്പോ ഇനി ആർക്കും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് I wish you, all of you, a very happy and a prosperous new year. Let 2025 be the luckiest year in your life. Wish you all the best. We will meet next year. Okay? All the best. Okay.